ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ബ്രൂട്ടൽ സെല്ലിംഗ് തന്നെ ആയിരുന്നു. സ്റ്റാർട്ടിങ് ഇരുന്ന് തന്നെ ഹെവി സെല്ലിംഗ് ആയിരുന്നു. സോ ഫൈനൽ സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് നമ്മൾ ലാസ്റ്റ് കുറേ നാൾ മുന്നേ ഇത് ചെയ്തതാണ്. ഇതിന് ശേഷമാണ് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ സപ്പോർട്ട് തന്നെ ആയിരുന്നു. അവിടെ ഇന്ന് ചെറിയ രീതിയിൽ റിക്കവർ ആയിട്ടുണ്ട്. ബട്ട് ഹെവി സെല്ലിംഗ് തന്നെയായിരുന്നു. മെയിൻലി IT സ്റ്റോക്സിൻ്റെ തന്നെയാണ് സെല്ലിങ്ങിന് കാരണം. ആന്ത്രോപിക് എഫക്റ്റ് തന്നെയാണ്. സോ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പണായി കണ്ടിന്യൂസ് സെല്ലിംഗ് തന്നെയായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. ബട്ട് എനിവേ അവിടെ നിന്ന് വലിയ ഇതൊന്നും വന്നില്ല, റിവേഴ്സൊന്നും വന്നില്ല. അവിടെ നിന്ന് കണ്ടിന്യൂസ് സെല്ലിംഗ് ആയിട്ട് 25,330 അടുപ്പിച്ചൊരു സപ്പോർട്ട് എടുത്ത് ചെറിയ റിവേഴ്സൽ പോലെ തോന്നി. ബട്ട് നിഫ്റ്റി വളരെ പിന്നെയും ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊരു ഇന്നലെ പോസിറ്റീവായിരുന്നു. അവിടെ കൺസോളിഡേറ്റ് ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് നിഫ്റ്റി IT കുറച്ച് നാളായിട്ട് ഭയങ്കര സെല്ലിംഗ്. ഈ മന്ത് മാത്രം ഓൾമോസ്റ്റ് 20% ഡൗൺ ആണ് നിഫ്റ്റി IT. സോ ബ്രൂട്ടൽ സെല്ലിംഗ് ആണ് നിഫ്റ്റി ITയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി അത്ര ഒരു നെഗറ്റീവ് അല്ലായിരുന്നു, ഒരു പോസിറ്റീവ് ഇതിൽ തന്നെയാണ്. ചെറിയൊരു പുൾ ബാക്ക് പോലെ കാണുന്നുള്ളൂ. സോ ഇതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് 5 മിനിറ്റ് ചാർട്ടിലൊന്ന് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ നിഫ്റ്റി പോലെ ഫോളോ ആവുന്നില്ലായിരുന്നു. ചെറിയൊരു കൺസോൾട്ടേഷൻ എൻഡ് ഓഫ് സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയൊരു ഫോളും പിന്നെ റിവേഴ്സലും ഉണ്ടായിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി ഓക്കെ ആയിരുന്നു. നമുക്ക് ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 1 അവർ ചാർട്ട് നോക്കാം. ബിറ്റ് കോയിന് ഇവിടെ ചെറിയൊരു വോളറ്റിലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഒരു കണ്ടിന്യൂസ് സെൽ ഓഫ് ഉണ്ടായി, ചെറിയൊരു പുൾ ബാക്ക്, പിന്നെയും കണ്ടിന്യൂസ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. സോ ഇവിടുന്ന് ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഡെയിലി ക്യാൻഡിലും കണ്ടിന്യൂസ് ഒരു സെല്ലിംഗ് പോലെയാണ് കാണുന്നത്. ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു 62,000 അടുപ്പിച്ചൊരു പുൾ ബാക്കിന് റിവേഴ്സലിനുള്ള ചാൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ വീക്ക്ലി ക്യാൻഡിലൊന്നും നമുക്കൊന്ന് നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. വീക്ക്ലി ക്യാൻഡിൽ വീണ്ടും ഒരു 1 2 3 4 5 6 വീക്കായിട്ട് നെഗറ്റീവാണ്. ഈ വീക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കാം. ഈ വീക്ക് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു റിവേഴ്സിനുള്ള ചാൻസ് ഉണ്ടാവും. ബട്ട് ഒരു 6 വീക്ക് കണ്ടിന്യൂസ് നെഗറ്റീവ് തന്നെയാണ്. ഇതിന് മുന്നേ 6 വീക്ക് നെഗറ്റീവായിട്ട് 1 2 3 4 5 6 7 2022 ബട്ട് അതിനുശേഷം ഇപ്പോഴാണ് ഒരു കണ്ടിന്യൂസ് 6 വീക്കായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ട് വരുന്നത്. കണ്ടിന്യൂസ് സെല്ലിങ് തന്നെയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ബിറ്റ് കോയിനിൽ 1,23,000 എന്നൊക്കെയാണ് അത് ഇതുവരെ എത്തിയത്. 57,000 60,000 സോ മോർ ദാൻ 50% ഡൗൺ ആയിട്ടുണ്ട് ബിറ്റ് കോയിൻ. ബ്രൂട്ടൽ സെല്ലിങ് തന്നെയാണ്. സോ സ്മോൾ ക്യാപ്പ് ഒന്ന് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി IT ആണ് ഡൗൺ ആയത്. അതാണ് നിഫ്റ്റി ഇത്രയും സെല്ലിംഗ് ഉണ്ടായത്. സ്മോൾ ക്യാപ്പിലൊന്നും അത്ര ഒരു പ്രോബ്ലം ഇല്ല. ഈ ഏരിയയിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ്പ് ആയാലും ആ ഒരു ഏരിയ തന്നെയാണ്, ഹയർ റേഞ്ച് ഈ ഒരു ഏരിയ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. സോ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിന് അത്ര ഒരു സെല്ലിംഗ് പ്രഷർ ഇല്ല കമ്പയർഡ് ടു നിഫ്റ്റി. ഓക്കെ, സിൽവർ നമുക്കൊന്ന് നോക്കാം. സിൽവർ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വരാണെങ്കിൽ നമുക്കൊരു 100 അടുപ്പിച്ചുള്ളൊരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഗോൾഡിൽ ചെറിയൊരു സെല്ലിംഗ് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ടാണ് നമ്മൾ പ്രതീക്ഷ. അവിടെ ഒരു റീടെസ്റ്റ് പോലെ കാണുന്നുണ്ട്. സോ ഇത് റീടെസ്റ്റ് ചെയ്ത് റിവേഴ്സലാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു പുൾ ബാക്ക്, നമുക്കൊരു പിന്നെയും മുകളിലോട്ട് തന്നെ പോകാനുള്ള ചാൻസാണ് കൂടുതലും ഗോൾഡിൽ കാണുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്കൊന്ന് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. മോസ്റ്റ്ലി എല്ലാം നെഗറ്റീവ് ആയിരുന്നു. നെക്സ്റ്റ് 50 മാത്രം കുറച്ച് പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50 നോക്കിയാൽ NTPC, കോൾ ഇന്ത്യ, JSW സ്റ്റീൽ എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ഇൻഫി എറ്റേണലും ഇന്ന് ഡൗൺ ആയിരുന്നു 5.07. SL ടെക്കം ഡൗൺ ആയിരുന്നു. TCS, L&T, ഇൻഫി അത് ഒത്തിരി നാളായി. നിഫ്റ്റി IT ഡൗൺ ആണ്, അതാണ് മെയിനായിട്ടുള്ള ഈ സെൽ ഓഫിനുള്ള കാരണം. നെക്സ്റ്റ് 50 ഓൾമോസ്റ്റ് കുറച്ച് ഗ്രീനുണ്ട്. അഡിയൻസ്, എൻട്രിൻ, ചോള ഫിനാൻസ് ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. നൗക്കരി ഡൗൺ ആയിരുന്നു 4.17. ഹുണ്ടായും ഡൗൺ ആയിരുന്നു. LTM 6.43 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ എൻഡുറൻസ്, IPC, വരെ എനർജി ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. കുറച്ച് പോസിറ്റീവ് അതിലും ഉണ്ട്. LTTS, KPI ടെക്നോളജീസ് വീണ്ടും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പെർസിസ്റ്റൻറ്റും ഡൗൺ ആയിരുന്നു. ഹെക്സ്റ്റും
5.56 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ നാറ്റ്കോ ഫാർമ 5.80, ബന്ധൻ ബാങ്ക് 4.33, JK ബാങ്ക് 4% അപ്പായിരുന്നു. PSU ബാങ്ക്സ് എല്ലാം നല്ലൊരു പെർഫോമൻസ് ലാസ്റ്റ് 6 മന്ത് മുകളിൽ കാണിക്കുന്നുണ്ട്. സിഗ്നേച്ചർ 5.39, സെൻസർ ടെക്, ആപ്പിൾ 7%, ഇതെല്ലാം ഡൗൺ ആയിരുന്നു. സോ മെയിൻലി ന്യൂസ് എന്ന് പറയാൻ നാളെ രാവിലെ അതായത് ഇന്ന് രാവിലെ US ടൈമിൽ US മിസ്റ്റർ ട്രംപ് മീഡിയ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റെല്ലാം കൺസേൺ ആണ് വാട്ട് ആക്ഷൻ ഈസ് ഗോയിങ് ടു ടേക്ക്. എന്താണ് റീസൺ എന്ന് അറിയത്തില്ല. എയ്തർ ടാരിഫിനെ കുറിച്ചാണോ അതോ US ഇറാൻ വാറിനെ കുറിച്ചാണോ അപ്ഡേറ്റ് തരുന്നതെന്ന് അറിയത്തില്ല. സോ മാർക്കറ്റ് ഈസ് വെരി കോഷ്യസ് അബൌട്ട് ദാറ്റ്. സോ ഇതൊക്കെയാണ് ന്യൂസ്. സോ മെയിൻലി നിഫ്റ്റി IT ഡൗൺ ആണ്. നിഫ്റ്റി IT ഒത്തിരി ഡൗൺ ആണ് ബിക്കോസ് ഓഫ് ആന്ത്രോപിക്. ഇന്നലെ US മാർക്കറ്റും ഡൗൺ ആയിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയത്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഗൈസ് ഇന്നത്തെ ന്യൂസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. താങ്ക് യു.